മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനും പ്രതാപനുമാണെങ്കിൽ സംസാരിക്കുകയാണ്. മലയ്ക്ക് പോകുന്ന കണ്ണനെയും സംഘത്തെയും വാച്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സംഘങ്ങളെ അങ്ങോട്ട് അയക്കണമെന്നെല്ലാം മേഘനാഥനാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് കണ്ണൻ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാനും കഴിയുമെന്ന് മേഘനാഥനാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ശരിയാണ്, ഇനി ഈ പകടകളി അധികം കാലം നീണ്ടു നിന്ന് പോകരുത്, എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ആ കണ്ണൻ്റെ കഴിച്ചുകൊണ്ട് ആ മഹാലക്ഷ്മിയുടെ കണ്ണുനീരാണ് നമുക്കിനി കാണേണ്ടതെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹിയുമെല്ലാം കൊടുത്തിട്ടുള്ള സ്വർണ്ണമെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മഞ്ജു. അത് കണ്ട് എല്ലാവരും ആണെങ്കിൽ ആകെ ഷോക്കാകുന്നുണ്ട്. കാരണം മഞ്ജുവിന് ഈ സ്വർണ്ണമെല്ലാം കൊടുക്കുന്നത് കണ്ടാണ് കരുണയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദുർഗയും കരുണയുമെല്ലാം ആകെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് ആ സ്വർണം കാണുന്നതുമെല്ലാം. പിന്നീട് ദുർഗയാണെങ്കിൽ മഞ്ജുവിന് ആ ജ്യൂസെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കുടിക്കുന്നത് കണ്ട് വളരെ സന്തോഷിക്കുകയാണ് ദുർഗയും നമ്മുടെ കരുണയുമെല്ലാം. കാരണം സാഗറിൻ്റെ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ദുർഗ അങ്ങനെ ചെയ്തത്. അങ്ങനെ മഞ്ജു കുടിക്കുന്നത് കണ്ട് വളരെ സന്തോഷിക്കുകയാണ് ഇവർ രണ്ടുപേരും. പിന്നീട് കണ്ണനാണെങ്കിൽ മഞ്ജുവിന് കൊടുത്തിട്ടുള്ള സ്വർണ്ണത്തിനെ കുറിച്ചെല്ലാം പറയുകയാണ്. ഞാൻ മഞ്ജുവിന് കുറച്ച് സ്വർണം കൊടുത്തിട്ടുണ്ട്, അവൾക്ക് വിവാഹം കഴിക്കുന്ന സമയത്ത് പോലും എനിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് കുറച്ച് സ്വർണ്ണമെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അന്ന് ഞാൻ കൊടുക്കാതിരുന്നതിന് പ്രത്യേക കാരണമെല്ലാമുണ്ട്. അന്ന് മേഘനെ കല്യാണം കഴിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് അവൾ മേഘനെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന് ഞാനൊന്നും കൊടുക്കാതിരുന്നത്. അതിൻ്റെ ഒരു കുറ്റബോധം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവൾക്ക് കുറച്ച് സ്വർണ്ണമെല്ലാം കൊടുത്ത് അവളെ സന്തോഷിപ്പിച്ചതെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദുർഗയ്ക്കും കരുണയ്ക്കുമാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം, എൻ്റെ വയറിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തണമെന്നെല്ലാം പറയുമ്പോഴേക്കും കണ്ണനാണെങ്കിലും ആകെ ഒരു വല്ലാതെ ആകുന്നുണ്ട്. കാരണം ഇവരെന്തെങ്കിലും കലക്കി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് കണ്ണന് സംശയം. പിന്നീട് കണ്ണനാണെങ്കിൽ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് അമ്മ തന്ന ജ്യൂസ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ എന്ന് പറയുമ്പോഴേക്കും കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്നെങ്കിലും ഇവർ തന്നാൽ എത്രത്തോളം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ആ ജ്യൂസിൽ എന്തെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ദുർഗയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നു. ദുർഗ പറയുന്നുണ്ട്, സ്വന്തം മോൾക്ക് ആരെങ്കിലും വിഷം കലക്കി കൊടുക്കുമോ, നീ എന്ത് വർത്തമാനമാണ് പറയുന്നത് കണ്ണ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങളുടെയൊക്കെ ക്യാരക്ടർ അനുസരിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തെന്നിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതുപോലെ ഇവളുടെ കുഞ്ഞിനെ ഞങ്ങളാരും ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല എന്നെല്ലാം കരുണ കൂട്ടിച്ചേർക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ചുമ്മാ തോന്നലുകൾ മാത്രമാണ്, നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും എല്ലാം കൂടി ചെയ്ത പാപത്തിനെ ഞങ്ങളുടെ തലയിൽ എന്തിനാണ് പഴിവെക്കുന്നതെന്ന് രണ്ട് വർത്തമാനം പറയുന്നുണ്ട് കണ്ണൻ. പിന്നീട് മഞ്ജുവിന് സ്വർണം കൊടുത്തതിനെക്കുറിച്ച് ഉണ്ണിയോട് സംസാരിക്കുകയാണ് കരുണ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ, ആ മഞ്ജുവിന് ഞാൻ കൊടുത്തതിൽ കൂടുതൽ ഇരട്ടി സ്വർണ്ണമാണ് അയാൾ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അവിടെയും ഞാൻ അയാളുടെ മുന്നിൽ തോറ്റിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ മേൽ തട്ടിക്കയറുന്നുണ്ട് കരുണ. തനിക്ക് കയ്യും കാലുമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, തന്നെ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല, സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കഴിവ് പോലും തനിക്കില്ല, ഈ വീൽ ചെയറിലിരിക്കുന്ന അയാൾക്ക് പറ്റുന്ന ഒരു ജോലിയും തനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നാണമില്ല താനിങ്ങനെ ഒരു ആണായിട്ട് നടക്കാനെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ വളരെ അപമാനിക്കുന്നുണ്ട് ഉണ്ണിയെ. ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഉണ്ണിയാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ മഞ്ജുവിനെ ദുർഗയാണെങ്കിൽ വീട്ടിൽ കൊണ്ട് വിടുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ വളരെ ഒരു ദേഷ്യഭാവത്തോടു കൂടി തന്നെ നോക്കുകയാണ്. നീയും നിൻ്റെ ഭർത്താവും ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ലാണിക്കുന്നൊന്ന് എനിക്ക് കാണണം, ഞാൻ എന്ത് വിചാരിച്ചോ അത് നടത്തിക്കൊണ്ട് തന്നെയാണടാ ഞാനിവിടെ കൊണ്ടുവന്ന് ഇവളെ വിട്ടിരിക്കുന്നത്, നിനക്കിനി ഒരിക്കലും നിൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല, അവളുടെ ഗർഭം ഇതോടുകൂടി കലങ്ങിപ്പോകുമെന്നെല്ലാം മനസ്സിൽ വിചാരിക്കുകയാണ് ദുർഗ. അങ്ങനെ വളരെ ദേഷ്യഭാവത്തോടു കൂടി തന്നെയാണെങ്കിൽ സാഗറിനെ നോക്കുന്നുണ്ട് ദുർഗ. നിനക്കിനി ഒരിക്കലും ഒരു അച്ഛനാകാൻ സാധിക്കില്ല, എത്ര നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായാലും ആ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ നശിപ്പിക്കുമെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥനാണെങ്കിൽ പറയുന്നുണ്ട്, അപ്പച്ചി കൊടുത്തിട്ടുള്ള ജ്യൂസ് അവൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞ് കലങ്ങിപ്പോവുക തന്നെ ചെയ്യും, അതുകൊണ്ട് ആരും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, അവൾ എൻ്റെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു വരും, അവൾ ഒരിക്കലും വരില്ല എന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത്, അവൻ്റെ കൂടെയുള്ള ജീവിതം ഒരുക്കുമ്പോൾ അവൾ എൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് മേഘൻ പറയുന്നുണ്ട്. അപ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, നീ അതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കും, ഒരിക്കലും അവൾ നിൻ്റെ അടുത്തോട്ട് തിരിച്ചു വരില്ല, അതുപോലത്തെ പ്രവൃത്തികളല്ലേ നീ അവളോട് ചെയ്തിരിക്കുന്നത്, നീ ഇനിയെങ്കിലും നിൻ്റെ ജീവിതം നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്, അതുകൊണ്ട് നീ അവളുടെ പിറകെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് വാമദേവനും സീമന്തിനിയും. പക്ഷേ ഇതൊന്നും കേൾക്കാനാണെങ്കിൽ ആ മേഘനാഥനാണെങ്കിൽ തയ്യാറാകുന്നില്ല. എൻ്റെ ജീവിതം നശിപ്പിച്ച ആ മഹാലക്ഷ്മിയും കണ്ണനെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിയാൽ മാത്രമേ
എനിക്കിനി ഒരു വിശ്രമമുള്ളൂ, അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് ഒരു കാര്യവും പറഞ്ഞ് വരണ്ട എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് മേഘനാഥൻ. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.